അപ്പോൾ ഈ എക്സോസിനും പിന്നെ നമ്മൾ കളർ മുന്നൊരു വയലറ്റ് കളറായിരുന്നു. അപ്പോൾ അതിന് രണ്ടിനും ഫൈൻ കിട്ടിയായിരുന്നു. ഒരു 90-100 ഒക്കെ കണ്ടിന്യൂസ് പിടിച്ചിട്ട് ഞാൻ ക്രൂസ് ചെയ്തിട്ടുണ്ട് ട്രിപ്പിൻ്റെ സമയത്ത്. ഹലോ ഫ്രണ്ട്സ്, മേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓട്ടോമോട്ടീവ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ ഈ വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്തതിന് വീട്ടിൽ വന്ന് ഫുട്ടേജൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് സ്റ്റെബിലിറ്റി ഓഫ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത് റീടേക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഇപ്പോൾ നമ്മുടെ ചാനലിൽ മൈക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. മൈക്ക് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഇന്നലെയാണ് എത്തി. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ മൊത്തത്തിൽ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയാക്കുന്ന മേജർ പണികളും പിന്നെ ചെറിയ പണികളും വണ്ടിയിൽ വരുത്തിയാക്കുന്ന ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി നിങ്ങൾക്ക് അറിയാം, മുന്നേ വൈലറ്റ് കളറിലായിരുന്നു. അപ്പോൾ ഈ കളർ മാറ്റാനുള്ള റീസണും കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ പ്ലാൻ ഉള്ളവർ ലീഗലി ഇപ്പോൾ എന്തൊക്കെ ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യെസ് ഗൈസ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ നമ്മൾ നിർത്തിയിട്ട് എവിടെയാകുമ്പോൾ വലിയ ശല്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വണ്ടിയിൽ വരുത്തിയാക്കുന്ന മോഡിഫിക്കേഷൻ്റെ സൈഡ്സ് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ NSൻ്റെ മിററിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് മിറർ അത്രയും യൂസ്ഫുൾ അല്ല ലുക്ക് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ NSൻ്റെ മിററിലോട്ട് മാറി. അപ്പോൾ ഈ മിറർ എടുത്ത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ലുക്കും ആണ് പിന്നെ പർപ്പസ്ഫുള്ളും ആണ് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയിൽ വരുത്തിയാക്കുന്ന വേറൊരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ റേഞ്ചിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഫോഗിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ LED ലൈറ്റാണ് ഇപ്പോൾ വെച്ചാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിസിബിലിറ്റി ഒക്കെ രാത്രി വേറെ ലെവലാട്ടോ. അപ്പോൾ LED ആവുന്ന സമയത്ത് ഫോഗിൻ്റെ കണ്ടീഷനിൽ അത് സ്പ്രെഡ് ആവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഐറ്റം ഇൻസ്റ്റാൾ ചെയ്താക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ വെക്കുന്നത് ലീഗൽ അല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ട്രിപ്പിൻ്റെ സമയത്ത് ചേഞ്ച് ചെയ്തതാണ്. പിന്നെ നമ്മൾ വണ്ടിയിൽ ചേഞ്ച് ചെയ്താക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് മാറ്റിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് മാറ്റിയിട്ട് സ്റ്റോക്ക് മാറ്റിയിട്ട് ഡൊമിയുടെ ഇൻഡിക്കേറ്റേഴ്സ് കയറ്റിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഡിയോയുടെ ക്രാഷ് കാർഡ് പിന്നെ ആക്റ്റീവയുടെ ക്രാഷ് കാർഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഡിസൈനിൽ നമ്മൾ ഉണ്ടാക്കിയാണ്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ചെയ്താക്കുന്ന മെയിൻ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ എക്സോസ് കേട്ടോ. ഇത് അക്രോബേറ്റിൻ്റെ ഫസ്റ്റ് കോപ്പിയാണ്. ഇതിന് അറൗണ്ട് 3500 അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സോസിനും പിന്നെ നമ്മൾ കളർ മുന്നൊരു വയലറ്റ് കളറായിരുന്നു. അപ്പോൾ അതിന് രണ്ടിനും ഫൈൻ കിട്ടിയായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ കളർ മാറ്റിയത്. പക്ഷേ എക്സോസ് മാറ്റാത്തതിൻ്റെ മെയിൻ റീസൺ ഇപ്പോൾ വണ്ടീൻ്റെ സൈഡിൽ നിന്ന് നൈസായിട്ടൊരു സൗണ്ട് കാര്യങ്ങളുണ്ട്. ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സൗണ്ട് അല്ല. അതൊരു പർട്ടിക്കുലർ RPMൻ്റെ മുകളിലോട്ട് കയറുന്ന സമയത്ത് ഒരു 4000 RPM ഒക്കെ ആവുന്ന സമയത്താണ് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വരിക. അതും ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ല. നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ നല്ല രീതിയിലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന്. അതുകൊണ്ടാണ് അത് മാറ്റാതെ ഇപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചാക്കുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്താക്കുന്ന ചേഞ്ച് എഞ്ചിനിലാണ് കേട്ടോ. എഞ്ചിൻ നമ്മൾ 160cc അടുത്തോട്ട് ബോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിൽ ഉള്ള ചേഞ്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയിൽ വരുത്തിയാക്കുന്ന വേറെ ചേഞ്ച് ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ കാർബറേറ്റർ ചേഞ്ച് ചെയ്തായിരുന്നു. ഇത് FCയുടെ സ്റ്റോക്ക് കാർബറേറ്റർ ആയിട്ട് ഇട്ടാക്കുന്നത്. ഇതിന് അറൗണ്ട് 5000 രൂപ ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ FCക്ക് മിസ്സിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാർബറേറ്റർ റീപ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് FCയുടെ സ്റ്റോക്ക് പുതിയ കാർബറേറ്റർ പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh കിലോമീറ്ററിൻ്റെ അടുത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സംഭവം കണ്ട ഇവിടെ നമ്മുടെ NSൻ്റെ ഹഗ്ഗർ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ആ സാധനം നൈസായിട്ട് ലഡാക്ക് ട്രിപ്പിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അവിടെ നമ്മളിതിപ്പോൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മളെ വണ്ടിയിൽ വേറെ ഇപ്പോൾ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, പക്കാ കണ്ടീഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വണ്ടിയിൽ ചെയ്താക്കുന്ന വർക്കുകൾ. അപ്പോൾ ഇനി ബാക്കി ഓടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. മിസ്സിങ് ഒഴിവാക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യെസ്, അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ. FCയുടെ മിസ്സിങ് ഇഷ്യൂ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ തന്നെയാണ്. അപ്പോൾ ഈ മെയിനായിട്ട് വണ്ടിക്ക് പുള്ളിങ് ഇഷ്യൂ ഇല്ല, മിസ്സിങ് പുള്ളിങ് രണ്ടും വേറെ വേറെയാണ് കേട്ടോ. സ്റ്റോക്ക് കാർബറേറ്ററിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ അത് മിസ്സിങ് ഇഷ്യൂ ആണ് വരിക. അല്ലാതെ ഈ പുള്ളിങ് കുറവ് വരുന്നത് മിക്കവരും FCയുടെ സ്റ്റോക്ക് കാർബറേറ്റർ മാറ്റിയിട്ട് പൾസർ 150 അല്ലെങ്കിൽ 180യുടെ കാർബറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും ഈ വണ്ടിയിൽ കാർബറേറ്റർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 180യുടെ തൊട്ടിട്ടെങ്കിലും കാർബറേറ്റർ ഇടാൻ ശ്രമിക്കുക. ഈ 150യുടെ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് ഒട്ടും പുള്ളിങ് ഇല്ലാത്തൊരു ഫീൽ കാര്യങ്ങളൊക്കെ കിട്ടാൻ പോണേ. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ മിസ്സിങ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. എൻ്റെ പഴയ സ്റ്റോക്ക് കാർബൻ്റെ ആയിരുന്നു. അപ്പോൾ അതിലും ഈ മിസ്സിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നാലും പലരും പറയണം അത്രത്തോളം ലെവലിലോട്ട് എൻ്റെ വണ്ടിയിൽ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സർവീസിനും ഞാൻ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതൊക്കെ വഴിയാണ് മെയിനായിട്ട് മിസ്സിംഗ് ഇഷ്യൂ വണ്ടിയിൽ ഫേസ് ചെയ്യണേ. എയർ ഫിൽറ്ററിൻ്റെ ഒക്കെ ലൈഫ് എന്ന് പറയുന്നത് 10000 കിലോമീറ്റർ ആണ്. പക്ഷേ ഈ ഒരു കാർബറേറ്റർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എപ്പോഴും എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇത് മര്യാദയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ വണ്ടിയിൽ
മിസ്സിങ്ങിൻ്റെ ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് മൈലേജ് ആണ്. അപ്പോൾ മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടയർ പ്രഷർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്രണ്ടിൽ 28 PSIയും പിന്നെ ബാക്കിൽ വരുന്നത് 33 ആണ്. അത് നമ്മുടെ ചേസിസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രഷർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറൊരു ഇഷ്യൂ മൈലേജിനെ എഫക്റ്റ് ചെയ്യുന്നത് ചെയിൻ്റെ സ്ലാക്കാണ്. ചെയിനൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. 500 കിലോമീറ്റർ കൂടുമ്പോഴാണ് ചെയിൻ ലൂബ് ചെയ്യേണ്ടത്. ലൂബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ പക്കയാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുക, ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷനും സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷനൊക്കെ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മൈലേജ് കാര്യങ്ങളൊക്കെ വണ്ടിയുടെ സൈഡിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഈ 1,00,000 കിലോമീറ്ററിൽ എനിക്ക് വണ്ടിയിൽ എന്തൊക്കെ പണി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് എടുത്ത് പറയാട്ടോ. ഫസ്റ്റ് തന്നെ എനിക്ക് വണ്ടി എടുത്തതിന് ശേഷം കിട്ടിയൊരു വലിയ പണി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് ബെയറിംഗ് പോയി. അപ്പോൾ തന്നെ നമ്മൾ എഞ്ചിനൊക്കെ ഡിസ്മാൻറ്റിൽ ചെയ്തിട്ട് ക്ലച്ച് ബെയറിംഗ് ഒക്കെ റീപ്ലേസ് ചെയ്തായിരുന്നു. അപ്പോൾ അതാണ് ആദ്യം കിട്ടിയൊരു മെയിനായിട്ടുള്ള പണി. പിന്നെ അതിനുശേഷം എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും കിട്ടിയിട്ടില്ല. കോൺസെപ്റ്റ് ഒന്ന് മാറേണ്ടി വന്നിട്ടുണ്ട്, കേബിൾ മാറേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഓയിൽ സീൽ മാറേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ മെയിൻ്റെനൻസ് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പല വണ്ടികളും കിട്ടും. ഇപ്പോൾ 220 കിട്ടുമായിരിക്കും, പൾസർ 180 കിട്ടുമായിരിക്കും, അപ്പാച്ചി RTR 160 കിട്ടും. അപ്പോൾ അങ്ങനെ പല വണ്ടികളും കിട്ടും. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ വണ്ടി കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. മെയിൻ്റെനൻസ് നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണെന്നല്ല പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വണ്ടിയുടെ കാർബറേറ്റർ ഞാൻ ചേഞ്ച് ചെയ്തത് 5,000 രൂപയ്ക്കാട്ടോ. അപ്പോൾ ഒരു കാർബറേറ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ 5,000 മുടക്കണം. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലെ ഓയിൽ സീൽ മാറിയായിരുന്നു, ഈ റീസെൻ്റ് ആയിട്ടാണ് മാറി. അപ്പോൾ ഒരു ഓയിൽ സീലിന് വരുന്നത് 350 രൂപ. അങ്ങനെ 2 ഓയിൽ സീല്. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന എഞ്ചിൻ ഓയിലാണ് പറയേണ്ട സംഭവം. അതിൻ്റെ കേസിൽ കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. FCക്ക് യൂസ് ചെയ്യേണ്ട എഞ്ചിൻ ഓയിലിൻ്റെ ഗ്രേഡ് ഏതാണ്? ചിലർ 10W40 പറയുന്നുണ്ട്, ചിലർ 20W40 പറയുന്നുണ്ട്. അപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ തരാം. ഞാൻ തന്നെ എൻ്റെ പല വീഡിയോയിലും 2 ഗ്രേഡ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, 10W40 and 20W40. അപ്പോൾ ആക്ച്വലി 10W40 കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ വേർഷൻ 2 വണ്ടികളിലാണ് കേട്ടോ. അതായത് FI വണ്ടികളിലാണ് 10W40 യൂസ് ചെയ്യുന്നത്. അതിൻ്റെ 149cc വരുന്നത്. നമ്മുടെ FC കാർബ് വേരിയൻറ്റ് 153cc ആണ് എൻജിൻ ബോർ സൈസ്. അപ്പോൾ ആ വണ്ടികളിൽ 20W40 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ 20W40 യൂസ് ചെയ്യുന്നത്. അതും മോട്യൂൾഡ് ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ FCയെക്കുറിച്ച് പറയുവാണെങ്കിൽ വണ്ടിയിൽ കോമൺ ആയിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ്. നല്ല രീതിയിലുള്ള വൃത്തിയായിട്ട് റോഡ് കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ കോൺസെപ്റ്റ് പണി കിട്ടും. അപ്പോൾ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വെട്ടോ കാര്യങ്ങളോ ഒരു സൈഡിലോട്ട് നല്ലപോലെ ടൈറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ചാടി കയറിയിട്ട് കോൺസെപ്റ്റ് റീപ്ലേസ് ചെയ്യാതെ ഈ കാണുന്ന ഇത് കണ്ടോ, ഇതൊന്ന് ലൂസ് ചെയ്തതിന് ശേഷം, ഈ ഒരു ബോൾട്ട് ലൂസ് ചെയ്തതിന് ശേഷം കോൺസെപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റാ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൂസാക്കി കൊടുക്കാം. അങ്ങനെ വർക്ക്ഷോപ്പിൽ പോയി ലൂസ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് എപ്പോഴും മാറുന്നത് വണ്ടിക്ക് നല്ലതല്ല കേട്ടോ. അപ്പോൾ അതാണ് FCയിൽ വേറൊരു കുഴപ്പം. പിന്നെ ഓയിൽ സീൽ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബ്രേക്ക് ആയി കഴിഞ്ഞാലും ആ പറഞ്ഞ പോലെ ഒരു സൈഡിലോട്ട് വെട്ടൽ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ. അങ്ങനെ ഓയിൽ സീൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ കറുത്തൊരു പാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവൻ സീനാക്കോ ഇല്ല ഗേസ്. പിന്നെ അങ്ങനെ ഓയിൽ സീൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഈ സൈഡത്തെ സീലാണ് ബ്രേക്ക് ആയെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടുതൽ ടയർ ചെത്തിപ്പോയിണ്ടാവും കേട്ടോ. അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓയിൽ സീൽ ചീത്തയായിന്ന്. ഗൈസ് ഈ വണ്ടി ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ 3 കൊല്ലമായിട്ടോ. 3 കൊല്ലത്തിനടുത്ത് ഞാൻ പല വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വണ്ടി വേറെ എടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിലും ഇത് കൊടുത്തിട്ട് വേറൊരു വണ്ടി എടുക്കാൻ ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതാണ് ഈ വണ്ടി തന്നൊരു ഫീല്. FCയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇത് ഒരു ക്യാരക്ടറുള്ള ബൈക്കാണ്. എന്തോ RX100 ഓടിക്കുന്നവർ പലരും പറയും അതിനൊരു വികാരമുണ്ട്, അത് ഓടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടെന്ന്. അത് യമഹയുടെ എല്ലാ ബൈക്കിലും ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ യമഹ ക്യാരക്ടർ കൊണ്ട് കൊടുത്ത് ബിൽഡ് ചെയ്തൊരു ബൈക്കായിട്ടാണ് എനിക്ക് എപ്പോഴും FC ഫീൽ ചെയ്താക്കുന്നത്. ഇത് ഓടിക്കുന്നൊരു വികാരം തന്നെയാണ്. ലോങ് റൈഡ് പോകുന്ന സമയത്ത് 150cc ഉള്ളൂ, അധികം പവറൊന്നും ഇല്ല. പക്ഷേ ഇതിൽ എന്തോ ഇനിയും പവറുണ്ട്. 5ാമത്തെ ഗിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 6ാമത്തെ ഗിയറിലോട്ട് ഇട്ട് പോകാനും നമ്മൾ ഓടിക്കുന്നത് കുറച്ചും കൂടെ പവർ കൂടിയ ബൈക്കാണോ എന്നുള്ളൊരു ഫീല് തരാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്തോ യമഹ ഇതിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി പൊക്കി പറയല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ. അതായത് നമ്മൾ ടൂറിങ്ങിൻ്റെ സമയത്ത് ഒരു 90-100 ഒക്കെ കണ്ടിന്യൂസ് പിടിച്ചിട്ട് ഞാൻ ക്രൂസ് ചെയ്തിട്ടുണ്ട് ട്രിപ്പിൻ്റെ സമയത്ത്. എന്നിട്ടൊന്നും എഞ്ചിൻ പണി കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ സ്പീഡിലൊക്കെ വണ്ടി സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യും. ഒരു രീതിയിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് യമഹ FC. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും സെക്കൻഡ്സ് FC എടുക്കാനോ പണിയാനൊക്കെ പ്ലാൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോട്ടോ. എൻ്റെ ഇൻസ്റ്റാ ID കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാം. എവിടെയെങ്കിലും നല്ല വണ്ടി കിട്ടുമെങ്കിൽ നമുക്ക് പോയി നോക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എനിക്ക് കുറേ മെസ്സേജ് വന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയണേ.
അപ്പോൾ അങ്ങനെ ആരെങ്കിൽക്കൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഇൻസ്റ്റ ഐ ഡി കൊടുക്കാം, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതേ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്.